UDFിന്റെ എക്കാലത്തെയും കരുത്ത് രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിരുന്നു. അതിൽ ഒന്ന് മുസ്ലിം ലീഗ് ആണെങ്കിൽ മറ്റൊന്ന് കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസിന്റെ ഏക തലവൻ KM മാണി. പക്ഷേ പിന്നീട് കേരള രാഷ്ട്രീയം കണ്ടത് വലിയ ഒരു ഭിന്നിപ്പായിരുന്നു, വലിയ ഒരു തമ്മിലടിയുമായിരുന്നു. KM മാണി എന്ന സമാരാധ്യനായ നേതാവിന്റെ മരണശേഷം കേരള കോൺഗ്രസ് ഭിന്നിക്കുന്നു. KM മാണിയുടെ മകൻ ജോസ് കെ മാണി ഒരു വിഭാഗമായി മാറുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മറ്റൊരു പാർട്ടിയായി നിലകൊള്ളുന്നു. ജോസഫ് വിഭാഗം കോൺഗ്രസിനൊപ്പവും കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പവും യാത്രയായി. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിലെ സജീവ പ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന സജി മഞ്ഞക്കടമ്പിലിനെ ഇടതുപക്ഷത്ത് നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കേരള കോൺഗ്രസ് ജെയുടെ നേതാവായ ജോസഫും ഒപ്പം മോൻസി ജോസഫും ചേർന്ന് സജി മഞ്ഞക്കടമ്പിലിനെ UDF പാളയത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അങ്ങനെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും UDFിന്റെ ജില്ലാ ചെയർമാനുമായി സജി മഞ്ഞക്കടമ്പിൽ അങ്ങനെ തലയെടുപ്പോടെ നിന്നിരുന്ന പ്രതാപകാലം. ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പാർട്ടി പൂർണ്ണമായും കൈവിട്ടു. ഇത് ആദ്യമായിരുന്നില്ല സജി മഞ്ഞക്കടമ്പിലിനെ ജോസഫ് വിഭാഗം കൈവിടുന്നത്. ഇടതുപക്ഷത്ത് നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് തന്നെ പൂഞ്ഞാറിലോ അല്ലെങ്കിൽ ഏറ്റുമാനൂരിലോ വരാൻ പോകുന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല, അദ്ദേഹത്തെ മാറ്റി നിർത്തി. അന്ന് പറഞ്ഞിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും സീറ്റ് നൽകും എന്നായിരുന്നു. വളരെ പണിപ്പെട്ടാണ് കോട്ടയത്തെ തങ്ങളുടെ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലനിർത്തിയത്. മറ്റ് സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിൽ പോലും കോൺഗ്രസ് നൽകിയില്ല. ഒടുവിൽ വലിയ തർക്കത്തിന് ശേഷം കോട്ടയം സീറ്റിൽ ആര് മത്സരിക്കണം എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി നൽകുവാൻ ജോസഫ് വിഭാഗത്തിന് ആദ്യഘട്ടങ്ങളിൽ ഒന്നും സാധിച്ചില്ല. അത് പാർട്ടിക്കുള്ളിലെ വലിയ ചർച്ചയുടെ ഭാഗമായി തന്നെ നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ കോൺഗ്രസ് തന്നെ ഒരു തീരുമാനം പറഞ്ഞു. കേരള കോൺഗ്രസിന് ആ സീറ്റിൽ മത്സരിപ്പിക്കുവാൻ സ്ഥാനാർത്ഥി ഇല്ല എങ്കിൽ കോൺഗ്രസ് ആ സീറ്റ് എടുത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കും. കാരണം 20-ൽ 20 നേടുക എന്നത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിൽ ഒന്ന് തന്നെയാണ്. അങ്ങനെ കേരള കോൺഗ്രസ് ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തുന്നു. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാം എന്ന തീരുമാനം. ആ തീരുമാനം വലിയ ഭിന്നിപ്പാണ് കേരള കോൺഗ്രസിൽ ഉണ്ടാക്കിയത്. നിയമസഭാ സീറ്റ് മനസ്സിൽ കണ്ട് ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സജി മഞ്ഞക്കടമ്പിൽ അദ്ദേഹത്തിന് ലോക്സഭാ സീറ്റ് കിട്ടും എന്നൊരു പ്രത്യാശയോടുകൂടി നിലനിന്നിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തന്നെ പരിഗണിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞ സജി മഞ്ഞക്കടമ്പിൽ വലിയ പൊട്ടിത്തെറിയോടുകൂടി പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചു. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ ഉണ്ടാക്കിയ വിള്ളൽ ചെറുതൊന്നുമല്ല. വലിയ തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് കോട്ടയത്ത് നേരിടാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് KM മാണിയുടെ വലം കൈയായിരുന്ന തോമസ് ചാഴിക്കാടനാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ഒത്ത എതിരാളിയാണോ ഫ്രാൻസിസ് ജോർജ് എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ പോലും സജി മഞ്ഞക്കടമ്പിലിന്റെ പാർട്ടി വിട്ടുള്ള പോക്ക് കാര്യമായി തന്നെ ഒരു തിരിച്ചടിയായി മാറും. ആ തിരിച്ചടിയെ ഏത് തരത്തിൽ പ്രതിരോധിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഓഫീസിലുണ്ടായിരുന്ന KM മാണിയുടെ ചിത്രം പകൽ വെളിച്ചത്തിൽ തന്നെ സജി മഞ്ഞക്കടമ്പിൽ ചെന്ന് എടുത്തുകൊണ്ടു പോരുന്നത്. ഇത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതൊന്നുമല്ല. പാർട്ടി വിട്ട് പുറത്തുപോയ ഒരാൾ പട്ടാപ്പകലിൽ വന്ന് KM മാണിയുടെ ചിത്രം സ്വന്തം പാർട്ടി ഓഫീസിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൽ പരം ഒരു നാണക്കേട് അവർക്കിനി ഇല്ല. ആ നാണക്കേടിനെയും തെരഞ്ഞെടുപ്പിനോട് അടുത്തുണ്ടാകുവാൻ പോകുന്ന തിരിച്ചടികളെയും നേരിടാൻ കഴിയാത്ത തരത്തിലേക്ക് ദുർബലപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉള്ളത്. ഇനി കോട്ടയത്ത് നടക്കുവാൻ പോകുന്നത് ഒരു ശക്തമായ പോരാട്ടം തന്നെയാണെന്ന് നിസ്സംശയം പറയാം. സജി മഞ്ഞക്കടമ്പിൽ പാർട്ടി വിട്ടു പോയതോടുകൂടി പ്രത്യാശ ഏറെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്. സജി മഞ്ഞക്കടമ്പിലെ പോലെ പാർട്ടിയെ അതിവേഗത്തിൽ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു നേതാവ് മാണി വിഭാഗത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ അത് പാർട്ടിക്ക് വലിയ കരുത്തായി മാറും. എന്നാൽ അങ്ങനെയല്ല. BJPയുടെ നേതാക്കന്മാരും അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി തീരുമാനം സജി മഞ്ഞക്കടമ്പിലേതാണ്. ആർക്കൊപ്പം പോകണം എന്ന തീരുമാനം. എന്തായാലും സജി മഞ്ഞക്കടമ്പിലിന്റെ ഈ പാർട്ടി മാറ്റം ചെല്ലുന്ന പാർട്ടിയെ വളർത്തുകയും പോകുന്ന പാർട്ടിയെ തളർത്തുകയും ചെയ്യുമെന്ന് നിസ്സംശയം പറയാം. കോട്ടയത്തെ തെരുവോരങ്ങളിലും കോട്ടയത്തെ നഗരവീഥികളിലും കോട്ടയത്തെ ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം
കേരള കോൺഗ്രസിനെ വളർത്തിയെടുത്തതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്ന ഒരു നേതാവാണ് സജി മഞ്ഞക്കടമ്പിൽ. പാർട്ടി വിട്ടുപോയ സജി മഞ്ഞക്കടമ്പിൽ ഇനി ഏത് പാർട്ടിയിലേക്ക് ചേക്കേറും എന്ന M5 ന്യൂസിന്റെ റിപ്പോർട്ടിന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. വരും ദിവസങ്ങൾ കാണും. ഇല്ല, അങ്ങനെ തീരുമാനമായിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടെ മോൻസുള്ള മുന്നണിയിൽ ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഉണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മോൻസിന്റെ അപ്രമാദത്തിൽ പ്രതിഷേധിക്കപ്പെട്ടത് രാജിവെച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കും. അത് കൂടെ നിൽക്കുന്നവർ നിൽക്കും. അത്രേ ഉള്ളൂ. പാർട്ടി വിട്ട് താൻ പോവുകയാണെങ്കിൽ ഇനി തന്നോടൊപ്പം നിരവധി പേർ വരും, ചെറുപ്പക്കാരടക്കമുള്ളവർ ഇനി തന്നോടൊപ്പം പോരും എന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അങ്ങനെ വന്നാൽ ജോസഫ് വിഭാഗം വീണ്ടും വീണ്ടും ദുർബലമായി പോകും എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ പാർട്ടി തന്നെ ശിഥിലമാകുവാനുള്ള സാധ്യതകളും ഏറെയാണ്. ഇവിടെ കോൺഗ്രസ് എടുക്കുവാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നതും വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ദുർബലപ്പെടുകയാണ് എങ്കിൽ അത് പാർട്ടിയെ കാര്യമായി തന്നെ ബാധിക്കും. കോട്ടയത്തെ കോൺഗ്രസിന്റെ ബെൽറ്റിനെ കാര്യമായി തന്നെ ബാധിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം പോയത് മുതൽ തന്നെ കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് കോട്ടയത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇനി ഇടതുപക്ഷത്തേക്കാണ് സജി മഞ്ഞക്കടമ്പിൽ പോകുന്നത് എങ്കിൽ ഇടതുപക്ഷം ഏറ്റുമാനൂരോ പൂഞ്ഞാറിലോ അല്ല കോട്ടയം ടൗണിലോ ഒക്കെയായി സജി മഞ്ഞക്കടമ്പിലിനെ കൂടി പരിഗണിക്കേണ്ടതായി വരും. അതായത് ഇനി രാഷ്ട്രീയ കേരളത്തിൽ അല്ലെങ്കിൽ കോട്ടയത്തുണ്ടാകുവാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ സജി മഞ്ഞക്കടമ്പിലിന്റെ കൂറുമാറ്റത്തിന് അനുസൃതം തന്നെയായിരിക്കും.